ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സെർവർ സ്റ്റാൻഡേർഡ്സ് ആണ്. സോ വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഓരോ കോമ്പണൻസും റീച്ച് ചെയ്യണം എന്ന് സെറ്റ് ചെയ്യുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ സെറ്റ് ചെയ്യുന്നത്? ബേസിക്കലി ടു മേക്ക് ഇറ്റ് മോർ ഫങ്ഷണൽ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതെ ഫങ്ഷണൽ ആക്കുക, ഒരു മിനിമം റിക്വയർമെൻറ്റ് റീച്ച് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ പബ്ലിക്ലി ഡിഫൈൻഡ് മെത്തേഡ് in order to accomplish any kind of task or purposes. ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ടേംസ് ആണ്, റൈറ്റ്? അപ്പം ഈ ഒരു ക്ലയൻറ്റ് സെർവറിന് നമുക്ക് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അറ്റ് എവറി ലെവൽ. അപ്പം നമ്മൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ലെവലിലും ക്ലയൻറ്റും സെർവറിനും ലൈക്ക് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ എൻഡ് യൂസർ യൂസ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് തോന്നരുത് അവരുടെ റിക്വയർമെൻറ്റ്സ് റീച്ച് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഒരു ഫെയിലിയർ വരാൻ സാധ്യത വളരെ കുറവാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും. അപ്പം നമ്മളിപ്പം ഒരു ഫെയിലിയർ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ അതിനെ റിക്കവർ ചെയ്യാനുള്ള കോസ്റ്റ് ആയിക്കോട്ടെ, അത് ടൈം ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി വെരി മച്ച് മോർ. സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാത്തപ്പോഴത്തേനും പ്രോബ്ലംസ് വരുന്ന ഏരിയസ് യൂസബിലിറ്റി, സെക്യൂരിറ്റി ആൻഡ് പെർഫോമൻസ്. അപ്പം ഈ ഒരു പ്രോബ്ലത്തെ കോപ്പപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, ലെറ്റ് ബി ദി IEEE, ANSI, അതുപോലത്തെ ഓർഗനൈസേഷൻസ് ദേ ഹാവ് ബോട്ട് ഇൻ എ സ്റ്റാൻഡേർഡ്, റൈറ്റ്? അപ്പം ഇപ്പോൾ ഇവിടെ നമ്മൾ ISO ഒക്കെ പറയത്തില്ലേ, അപ്പം അങ്ങനെ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ടു മേക്ക് ദ ഫങ്ഷണാലിറ്റി ബെറ്റർ, ടു റെഡ്യൂസ് ദ കോസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫെയിലിയർ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്. Next, we are going to discuss into some of the benefits of such kind of standards. അവർ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് ടെക്നോളജീനെ ഇപ്പോഴത്തെ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ കോമ്പണൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ബിക്കോസ് എന്താണ്, നമ്മൾക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കോമ്പണൻ്റ് ഉണ്ട്, ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദി സ്റ്റാൻഡേർഡ്സ്. ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് വൈ ഇൻ ഓർഡർ ടു മേക്ക് തിങ്സ് സിമിലർ. അല്ലാന്നുണ്ടെങ്കിൽ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു കോമ്പണൻറ്റ് ഞാൻ ആഡ് ഓൺ ചെയ്യുവാണ്. അപ്പം ഈ ഒരു കോമ്പണൻറ്റ് ഓൾറെഡി സ്റ്റാൻഡേർഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഇവരുടെ കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എനിക്കൊരു ന്യൂ കോമ്പണൻറ്റ് വന്നു, ഇതും സ്റ്റാൻഡേർഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻസ് വിൽ ബി ഈസിയർ. ഇറ്റ് അലൗസ് അസ് ടു മിക്സ് ആൻഡ് മാച്ച്. നമ്മൾ മേളിൽ പറഞ്ഞ കാര്യം തന്നെ ആണ് പറഞ്ഞത്. ബിക്കോസ് വിത്ത് മിനിമം എഫേർട്സ് വി ക്യാൻ കമ്പൈൻ കോമ്പണൻറ്റ്സ്. ഇറ്റ് അലൗസ് ടു ഡെവലപ്പ് മോഡ്യുലർ ആപ്ലിക്കേഷൻ. അതായത് ഇപ്പോൾ മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷനെ ഡെവലപ്പ് ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ടൈറ്റർ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഓവറോൾ മെയിൻ്റനൻസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ്റെ ബേർഡൻ നമ്മൾ റെഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? മോഡുലാരിറ്റി ഉണ്ട്. ഓരോ മോഡ്യൂൾസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഫെയിലിയർ വരുവാണെങ്കിലും ഈ ഒരു മോഡ്യൂൾ ഫെയിൽ ചെയ്ത് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് ഈ ഒരു മോഡ്യൂൾ മാത്രം ചെക്ക് ചെയ്താൽ മതി, ഇതിൻ്റെ കമ്പൈൻ സിസ്റ്റം എനിക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. Faster execution of the pre-compiled code, and also it prevents the database and its application from having the response degraded in a productive environment. അത് inefficient query വരുമ്പോഴത്തേനും എൻ്റെ ഡേറ്റാബേസിൻ്റെ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യുന്നത്, ഒരു ചീപ്പ് ഐറ്റം അല്ല ഇത്. എന്തുകൊണ്ടാണ് ഇത് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു യൂസറിന് പ്രോമിസ് ചെയ്യുന്നൊരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഓപ്പൺ സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു ദി ക്ലയൻറ്റ് സെർവർ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്രെഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ സാമ്പത്തികപരമായ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ റിസോഴ്സസിലോ ഡേറ്റയിലോ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷനോ ഒരു ഇവൻറ്റിനെയോ ആണ് നമ്മൾ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെക്യൂരിറ്റി ത്രെഡ് ഉണ്ടാവുന്നത് ബേസിക്കലി 3 കാര്യങ്ങൾ കാരണമാണ്. ഫിസിക്കൽ സെക്യൂരിറ്റി ഹോൾസ്, അതായത് ഇപ്പം എൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ എൻ്റെ ഒരു പാസ്വേഡ് വെച്ചിട്ട് വേറൊരാൾ ഇൻഫർമേഷനെ ആക്സസ് ചെയ്യുന്നത് ഫിസിക്കൽ സെക്യൂരിറ്റി ഹോളാണ്. സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഹോൾ, അതായത് ബഗ്സ് കാരണം നമ്മളുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഹോൾസ് എന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റൻറ്റ് യൂസേജ് ഹോൾസ്, ഈ 2 യൂസേജ് ഇപ്പം ഈ ഒരു 2 കോമ്പിനേഷൻ കാരണം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റീസൺസ് കാരണമോ നമ്മളുടെ ഒരു സെക്യൂരിറ്റി എന്നുള്ള ഒരു വിഷയത്തെ ഇവർ കോൺട്രഡിക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻകൺസിസ്റ്റൻറ്റ് യൂസേജ് ഹോൾസ് എന്ന് നമ്മൾ പറയും. ഇനിയിപ്പം നമ്മൾ ഈ 3 കാര്യങ്ങളെ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുന്നത്? വി ആർ ഹാവിങ് സം സെക്യൂരിറ്റി മെഷേഴ്സ്. ട്രസ്റ്റ് ബേസ്ഡ് സെക്യൂരിറ്റി, പിന്നെ സെക്യൂരിറ്റി ത്രൂ ഒബ്സ്ക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ്.
പാസ്വേഡ്സ് കീ, ബയോമെട്രിക്സ്. പാസ്വേഡും ബയോമെട്രിക്സും നിങ്ങൾ സിമിലർ ആയിരിക്കും. ദി അതർ ടു മെത്തേഡ്സ് ആർ ഓൾസോ ഫോളോഡ് ആസ് എ പ്രൊട്ടക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നതിൽ നിന്നും ആ ഒരു ഇഷ്യൂ വരാതെ ഇരിക്കാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾ മേളിൽ ശ്രദ്ധിക്കുമായിരുന്നുണ്ടെങ്കിൽ there was this entire data that I skipped. Why? Because അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ താഴോട്ട് കൊടുക്കുന്നുണ്ട്. What are the security threats that a client server system is facing? The first one is the threat due to threats to local computing from mobile codes. ഇപ്പോൾ മൊബൈൽ കോഡ്സ് അല്ലെങ്കിൽ മലീഷ്യസ് കോഡ്സിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഏജൻ്റ് അല്ലെ മൊബൈൽ കോഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അവരെന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കോഡാണ്. അവർക്ക് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ മെഷീനകത്ത് അവർക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. ദേ ദെംസെൽഫ് വിത്ത് എനി ഇപ്പം ഈ ഒരു മെഷീനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാരണം അവർക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിൽ വന്നു കാണും, വൈറസ്. ഇപ്പം ഒരു മെഷീനിലോട്ട് എൻ്റെ ഒരു എക്സിക്യൂട്ടബിൾ കോഡ് കയറിയെന്ന് വിചാരിക്കുക. ഐ ഡോണ്ട് നീഡ് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പം ഇപ്പോൾ ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഇപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഹോസ്റ്റ് പ്രോഗ്രാമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉള്ള ഒരു പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പം അത് ഒരു സെക്യൂരിറ്റി ത്രെഡാണ്. അതുപോലെ തന്നെ ഇംപേഴ്സണേഷൻ, അതായത് ഇപ്പം ഞാനായിട്ട് ഇപ്പം എനിക്കൊരു സിസ്റ്റത്തിലോട്ട് ആക്സസ് ഉണ്ട്, വേറൊരാൾ ഞാനായിട്ട് കളത്തരം പറഞ്ഞ് ഇംപേഴ്സണേറ്റ് ചെയ്ത് കയറുവാണെന്നുണ്ടെങ്കിൽ അതൊരു ത്രെട്ടാണ്. ഈവ്സ്ഡ്രോപ്പിംഗ്, ഡിനയൽ ഓഫ് സർവീസ്, പാക്കറ്റ് റിപ്ലൈ ആൻഡ് പാക്കേജ് മോഡിഫിക്കേഷൻ. അപ്പം അത് കൂടുതലും സെർവർ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഒരാൾ ഇങ്ങനെ വന്ന് എത്തി നോക്കുകയല്ല, ചെവി ഇങ്ങനെ വെച്ച് കേൾക്കുകയാണ്. ചെവി വെച്ച് ഇങ്ങനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺവെർസേഷൻ മൊത്തം ഇവിടെ വേറൊരാൾ തേർഡ് പേഴ്സൺ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹാക്കർ ഇങ്ങനെ ഇപ്പം ഒബ്സർവ് ചെയ്യുവാണ്. അപ്പം എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഹാക്കർ ഒബ്സർവ് ചെയ്തു, നെറ്റ്വർക്ക് ഹാക്കർ ഹാക്ക് ചെയ്തു. അപ്പം എൻ്റെ പാസ്വേഡ് പോലത്തെ ഇൻഫർമേഷനൊക്കെ ഹാക്കറിന് കിട്ടിയെന്നുണ്ടെങ്കിൽ ഹാക്കറിനെ എന്നെ ഇൻപേഴ്സണേറ്റ് ചെയ്ത് കയറാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻക്രിപ്ഷനാണ് അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലമാണ് ഡിനയൽ ഓഫ് സർവീസ്. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാവും. അതായത് എനിക്ക് വേണ്ട ഒരു സർവീസ് എനിക്ക് ഡിനൈ ചെയ്യാനായിട്ട്, എനിക്കത് കിട്ടുന്നില്ല, അപ്പോൾ അതെനിക്ക് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഡിനയൽ ഓഫ് സർവീസ് വരുന്നത്? സർവീസ് ഓവർലോഡിങ്. അതായത് ഇപ്പോൾ എൻ്റെ CPU-ന് അറ്റ് എ ടൈമിന് കിട്ടാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ വന്ന് CPU ഇങ്ങനെ അയ്യോ എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴത്തേനും ഇപ്പോൾ ഇതിലൊരു റിക്വസ്റ്റ് എൻ്റെയാണ്, അപ്പോൾ എനിക്കവിടെ സർവീസ് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെസ്സേജ് ഫ്ലഡിങ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഇതുപോലെ തന്നെ ലാർജ് ഫയൽസ് വരുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ വെരി ഷോർട്ട് ഇൻ്റർവെൽസ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ക്രാഷിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. പാക്കറ്റ് റീപ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? പാക്കറ്റ് റീപ്ലേ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ മെസ്സേജ് പാക്കറ്റ്സിനെ റെക്കോർഡ് ചെയ്യുകയും അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പാക്കറ്റ് റീപ്ലേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഒരു ടാപ്പിംഗ് സിസ്റ്റമാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ A to B ഞാനൊരു മെസ്സേജ് A to B ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്കിവിടെ ഒരു ഹാക്കർ ഇവിടെ നോക്കുകയാണ്. ഓക്കെ, ഹായ് ഇവിടെ ചെയ്തു, ഹലോ ഇവിടെ ചെയ്തു. അപ്പോൾ ഇതിവിടെ റെക്കോർഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ടാപ്പ് ചെയ്തിട്ട് അത് ഹാക്കറിന് സമയമുള്ളപ്പോഴത്തേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ വാട്ട് ഈസ് ഇഷ്യൂ ഇൻ ഹിയർ? അപ്പോൾ അത് ഹാക്കർ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ക്യാൻ റീഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ യു പീപ്പിൾ, റൈറ്റ്. അപ്പോൾ അതിന് പാക്കറ്റ് ടൈം സ്റ്റാമ്പിങ്, സീക്വൻസ് കൗണ്ടിങ് യൂസ് ചെയ്യും. അതായത് ഇപ്പം എയിൽ നിന്ന് തന്നെയാണോ അയച്ചത്, എയിൽ നിന്ന് ഏത് സമയത്താണ് അയച്ചത്, ബിയിൽ നിന്ന് ഏത് സമയത്താണ് അയച്ചത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ടൈം സ്റ്റാമ്പ്സ് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദി ഓർഗനൈസേഷണൽ എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ ക്ലയൻറ്റ് സെർവറിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സെർവറിൻ്റെ ബെനിഫിറ്റിനായിട്ട് വാട്ട് ഈസ് സംതിങ് ദാറ്റ് the managers are looking from the organizational point of view. These are the points: flexibility, adaptability, improved employee productivity, പിന്നെ കമ്പനിയുടെ വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് വരിക വിത്ത് റെസ്പെക്ട് ടു ദി കോമ്പറ്റീഷൻ അറൗണ്ട്, ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി, വിച്ച് മീൻസ് ദാറ്റ് നമ്മളുടെ ഈ ഒരു ക്ലയൻറ്റ് സെർവർ
വരുമ്പോഴത്തേനും നമ്മളുടെ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവർ എന്തുകൊണ്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ചേഞ്ചിങ് ബിസിനസ് കണ്ടീഷൻസുമായിട്ട് അത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. അതായത് ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ് സെർവർ വന്നു, അപ്പോൾ എൻ്റെ ബിസിനസ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതും ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനൊരു ബെറ്റർമെൻറ്റ് കൊണ്ടുവരുത്തിക്കണം എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ചേഞ്ചിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ദെർ വിൽ ബി സെറ്റ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻസും അക്വിസിഷൻസും ഒക്കെ കാണും. അപ്പം ഒരു കമ്പനിക്ക് മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് ഒരു ക്ലയൻറ്റ് സെർവർ വരുമ്പോഴത്തേനും ഉള്ള ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അവിടെ വരുന്നത്. ക്ലയൻറ്റ് സെർവർ വരുമ്പോഴത്തേനും അപ്പം ഒരു ഓർഗനൈസേഷനിലോട്ട് ഞാനിപ്പോൾ എൻ്റെ ക്ലയൻറ്റ് സെർവർ ഞാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എൻറ്റയർ മാർക്കറ്റിൽ ഈ ഒരു ഓർഗനൈസേഷൻ വിൽ ഹാവ് ദി അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ അതാണ് ഇവിടെ ഒരു ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വി ആർ ഹാവിങ് ഡേറ്റ അല്ലേ. അൺഅവൈലബിൾ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡേറ്റയിൽ ഇപ്പം നമുക്ക് ഡേറ്റ ആക്സസ് ഉണ്ട്. എൻഡ് യൂസേഴ്സിന് എളുപ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും ഡേറ്റ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പണ്ട് ചെയ്യാൻ പറ്റിയിരുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവർക്ക് ഡേറ്റ ആക്സസ് ഉണ്ട്. ഇവർക്ക് ഇല്ലാഞ്ഞ കുറേ ഫങ്ഷനാലിറ്റീസും ഫീച്ചേഴ്സും ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സോ ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, മോർ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും, റൈറ്റ്. ഇംപ്രൂവ്ഡ് കമ്പനി വർക്ക് ഫ്ലോ ആൻഡ് എ വേ ടു റീ എഞ്ചിനീയർ ബിസിനസ് ഓപ്പറേഷൻസ്. നമ്മൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ മണ്ടയിലോട്ടാണ് നമ്മൾ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. സോ ഒബ്വിയസ്ലി ബിസിനസ് ഒരു രീതിക്കായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദേ വിൽ ബി ഹാവിങ് എ പെർട്ടിക്കുലർ ഫ്ലോ. അപ്പോൾ ഈ ഒരു ചേഞ്ച് വരുമ്പോഴത്തേനും അപ്പം ഒരു ക്ലയൻറ്റ് സെർവർ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും അവർ എൻറ്റയർ വർക്കിംഗ് തന്നെ മാറാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അത് മോർ എഫിഷ്യൻ്റ് ആവും. അതുപോലെ തന്നെ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസിനെ ബെറ്റർ ആയിട്ട് മോഡിഫൈ ചെയ്യാനായിട്ടും കൂടെ സാധിക്കും. ഇപ്പോൾ ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ്. ബിക്കോസ് ഇൻഫർമേഷനാണ് നമുക്കവിടെ റിസീവ് ചെയ്യുന്നത്. പ്രൊവൈഡിങ് ദ റൈറ്റ് ഡേറ്റ ടു റൈറ്റ് പീപ്പിൾ എന്ന് പറയുന്നത് ഇവരുടെ എന്താണ് പറയുന്നത്, ഈ ഒരു ക്ലയൻറ്റ് സെർവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേനുമുള്ള ഒരു പോസിറ്റീവ് ചേഞ്ചാണ് വരുന്നത്. പിന്നെ കോമ്പറ്റീഷൻസ് ആണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ ഇപ്പോൾ ലോകം ഓടുന്നതിനനുസരിച്ച് ഈ ഒരു കമ്പനി ഇപ്പോൾ ക്ലയൻറ്റ് സെർവർ നമ്മൾ വരുമ്പോഴത്തേനും ഇത് ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേനും നാട് ഓടുന്നതിനനുസരിച്ച് നടുവേ ഓടണമെന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതുപോലെ ഡിമാൻഡ്സിനനുസരിച്ച് ഈ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഫങ്ഷണാലിറ്റീസ് ആയിക്കോട്ടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, റൈറ്റ്. അപ്പം അതാണ് അവിടുത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാവും. ഈ ക്ലയൻറ്റ് സെർവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൂൾസ് വരും. ഇപ്പോൾ ലോട്ടസ് നോട്ട് പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതെന്നൊക്കെ പറയുന്നത് ഫോം ഡിസ്ട്രിബ്യൂഷനും ഡേറ്റയുടെ കോർഡിനേഷൻ ഇൻറ്റേർണലി അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൂപ്പ് വിത്തൗട്ട് എനി ബൗണ്ടറീസ്, ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻറ്റേർണലി ഓർഗനൈസേഷൻസ് കുറച്ചുകൂടെ വെടിപ്പാവും. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു പ്രൊവൈഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. അതായത് ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ ഉള്ളപ്പോഴത്തേനും നമ്മളുടെ ഈ ഒരു വിത്ത് റെസ്പെക്ട് ടു ബിസിനസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷെയർസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ബിക്കോസ് പ്രൊഡക്ട്സ് യൂണീക്കായിട്ട് വരുവാണ്. നമുക്ക് ഈ ഒരു ടൂള് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ അത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്ത് അത് എന്നുള്ള പറയുന്നത് അത് നമ്മളുടെ മാർക്കറ്റിലുള്ള ഷെയറിനെ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ദി എമൗണ്ട് അതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വരുവാണ്. സോ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. എനിക്കിപ്പം ഒരു 2 ബിസിനസ്സസ് ഉണ്ടെന്ന് വിചാരിക്കും, B1 ആൻഡ് B2. ഇവിടെ എനിക്കൊരു ക്ലയൻറ്റ് സെർവർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ ഇപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് ചെയ്യും, ഈ സെയിം പ്രൊഡക്റ്റ് ചെയ്യുമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് സെർവർ ഉള്ളതുകൊണ്ട് ഈ ഒരു എനെ എനിക്കൊരു A- ആയിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു B2 വെച്ച് നോക്കുമ്പോൾ അതിന് B1 പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഇത് അഗൈൻ വിത്ത് റെസ്പെക്ട് ടു ദ യൂസർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതെന്താണെങ്കിലും നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ലെറ്റ് ഇറ്റ് ബി വിത്ത് റെസ്പെക്ട് ടു ദ ഡേറ്റ ആക്സസ് അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നതായിക്കോട്ടെ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആക്കാൻ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ അറ്റൈൻ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത്? സർവീസസ്. അവർക്ക് ആവശ്യമുള്ളപ്പോഴത്തേനും അതിനനുസരിച്ച് അവരെ ഹാൻഡിൽ ചെയ്യുക. എൻക്വയറീസ് ആയിക്കോട്ടെ, അവരുടെ ക്വയറീസ് ആയിക്കോട്ടെ, അത് എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇൻക്രീസ് കസ്റ്റമർ സർവീസ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.